സോൾട്ട് ആൻഡ് പേപ്പറിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തവും സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ് മംഗളൂരിയൻ ചിക്കൻ ഗീ റോസ്റ്റ്. അല്പം എരിവ് കുറവുള്ള ഭക്ഷണപ്രിയരായ ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഈ വിഭവം സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ പരിചയപ്പെടുത്തുന്നു. അപ്പോ ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഗ്രാമ്പു 10 എണ്ണം, കശ്മീരി ചില്ലി മുഴുവനായുള്ളത് 100 ഗ്രാം, ചുവന്ന മുളക് 50 ഗ്രാം, മല്ലി 100 ഗ്രാം, ഉലുവ 1 സ്പൂൺ, ഏലക്ക 1/2 സ്പൂൺ, ശർക്കര വെള്ളം 2 സ്പൂൺ, പുളി 2 സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, നെയ്യ് 100 ഗ്രാം, വെളുത്തുള്ളി അരിഞ്ഞത് 2 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ജീരകം 1 സ്പൂൺ, നാരങ്ങാനീര് 3 സ്പൂൺ, തൈര് 4 സ്പൂൺ, ചിക്കൻ 600 ഗ്രാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കനിൽ തൈര് ഒരു 4 ടീസ്പൂൺ, ലൈം ജ്യൂസ് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് കുറച്ച് ഇവ ചേർത്ത് നല്ലവണ്ണം പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റിവെക്കുക. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കശ്മീരി ചില്ലി മുഴുവനെയുള്ളത് വറുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് മല്ലി, കുറച്ച് മുളക്, കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, ഒരു 10 ഗ്രാമ്പു ഇവ ചേർത്ത് വറുത്തെടുത്തിട്ട് ആദ്യം വറുത്ത് വെച്ച കശ്മീരി ചില്ലിയും ചേർത്ത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇവയും ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ. ഇനി ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഒരു 20-25 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അത് കോരി മാറ്റിയതിനു ശേഷം ആ നെയ്യിൽ തന്നെ നമ്മൾ വറുത്ത് വെച്ച് മാറ്റിയിരിക്കുന്ന മസാല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ ശർക്കര വെള്ളവും ഒരു 2 സ്പൂൺ പുളിവെള്ളവും ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഒരു 10 മിനിറ്റ് ഇളക്കി ഈ അരപ്പ് നല്ലവണ്ണം ചിക്കനിൽ പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ നാവിൽ കൊതിയൂറും മാംഗ്ലൂരിയൻ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാംഗ്ലൂരിയൻ ചിക്കൻ ഗീ റോസ്റ്റിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഏറ്റവും നല്ലത് വൈറ്റ് റൈസ്, അപ്പം, ഇടിയപ്പം ഇതിനോടൊപ്പം കഴിക്കാനാണ്. ഈ രീതിയിൽ തന്നെ പ്രോൺസ് ഉൾപ്പെടെയുള്ള മറ്റ് വിഭവങ്ങളും തയ്യാർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയും രുചിയേറിയ വിഭവങ്ങൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.